അപ്പോഴേ നമ്മളിപ്പോൾ ഉള്ളത് നെന്മാറ പരിസരത്തുള്ള ഒരു സ്കൂളിലാണ്, ഒരു LP സ്കൂളിലാണ്. ഒരു സിനിമയുടെ ഷൂട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ക്യാമറ ചെയ്തിരുന്നത് ഞാൻ തന്നെയാണ്. ഈ നിൽക്കുന്ന ബ്ലാക്ക് ഷർട്ട് അദ്ദേഹമാണ് ഇതിൻ്റെ ഡയറക്ടർ. നമുക്കെല്ലാവർക്കും പരിചയമാണ്, അനീഷ് വർമ്മ എന്ന് പറയും. ദിലീപ് നായകനായിട്ടുള്ള തിളക്കം എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അദ്ദേഹമാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന സിനിമയുടെ സംവിധായകൻ. സ്കൂളിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഞങ്ങൾ നേരെ കളപ്പുര എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ വന്നത്. നെന്മാറയിലെ ചുറ്റും ആ ക്വാർട്ടേഴ്സിൻ്റെ ചുറ്റും വയലും ചെറിയൊരു കുന്നും ഒക്കെ ആയിട്ടാണ് അതിൻ്റെ പരിസരം. ആ ഭാഗങ്ങളിൽ ഏകദേശം ഒരു 10 ദിവസത്തോളം ഷൂട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ആ പടം വന്നിട്ടുണ്ട്. പടത്തിൻ്റെ പേര് എപ്പോഴും എന്നാണ്. താമസവും ഷൂട്ടുമെല്ലാം ഇവിടെ തന്നെയാണ്, കളപ്പുരയിൽ തന്നെയാണ്. ഒരു രാത്രി സീനാണ് പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ലൈറ്റപ്പും മറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രി സീന് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 9 മണി വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അടുത്ത ദിവസം രാവിലെ തൊട്ടപ്പുറത്തുള്ള ഒരു ലോ കോളേജിലാണ് ഷൂട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ ഞങ്ങൾ ലൊക്കേഷനിലെത്തി ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ആർട്ടിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണത്. ആർട്ടിസ്റ്റ് വന്നതിന് ശേഷം ഞങ്ങൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം നല്ല രീതിയിൽ തന്നെ ഈ പടം വന്നിട്ടുണ്ട്. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്കത് തിയേറ്ററിൽ കാണാനായിട്ട് സാധിക്കും. ഈ വരുന്ന ആളാണ് നമ്മുടെ പ്രൊഡക്ഷൻ കണ്ടുള്ളത്. പേര് നൗഷാദ് മഞ്ചേരി. ആർട്ട് ഡയറക്ടർ കൃഷ്ണൻ കണ്ണാടി, മേക്കപ്പ് സുബ്രു തിരൂർ, അസോസിയേറ്റ് ഡയറക്ടർ രഞ്ജിത്ത്, അസോസിയേറ്റ് ക്യാമറമാൻ കിട്ടു എന്ന സുജീഷ് തിരൂർ എന്നിവരൊക്കെയാണ് ഇതിലുള്ളത്. നമുക്ക് ക്യാമറ വന്നിരിക്കുന്നത് കോഴിക്കോട് നിന്നാണ്. വിഷ്ണുവാണ് ഫോക്കസ് പുള്ളർ. ശബരി എൻ്റെ സെക്കൻഡ് അസിസ്റ്റൻ്റായിട്ടും വന്നിട്ടുണ്ട് കൂടെ. അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. അവിടുന്ന് പതുക്കെ മറ്റൊരു ലൊക്കേഷനിലേക്കാണ് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നത്. അതാണ് എല്ലാം ക്യാമറയൊക്കെ എടുത്ത് നടക്കുകയാണ് എല്ലാവരും. ആ പോകുന്നതാണ് എൻ്റെ അസോസിയേറ്റ് കിട്ടു. അടുത്ത ദിവസം ഷൂട്ടുണ്ടായിരുന്നത് ഏകദേശം മീനാക്ഷിപുരത്തിന് പരിസരത്ത് വെങ്കലക്കയം എന്ന ഡാമിന് പരിസരത്താണ്. ആ ലൊക്കേഷൻ അറേഞ്ച് ചെയ്ത് തന്നത് വിവേക് രംഗസ്വാമി എന്ന എൻ്റെ ഒരു കൂട്ടുകാരനാണ്. അദ്ദേഹം ഫോട്ടോഗ്രാഫറാണ്. നല്ല വിഷ്വൽ ഭംഗിയുള്ള ലൊക്കേഷൻ തന്നെയാണിത്. ഇവിടെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ട് ജപ്പാൻ പോലുള്ള തമിഴ് സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയ്ക്കായുള്ള ക്യാമറ ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ വിളിക്കാം. നമ്മുടെ കയ്യിലൊരു ക്യാമറ ഉണ്ട്, നിക്കോൺ ZR ഉണ്ട്. എല്ലാം സിനി ലെൻസുകൾ തന്നെയാണ് ഉള്ളത്. ട്രൈപാഡ്, മാറ്റ് ബോക്സ്, ലില്ലിപുട്ട മോണിറ്റർ എല്ലാം തന്നെ ഒരു സിനിമ പാക്കേജായിട്ട് തരാൻ സാധിക്കും.